അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ ബ്രൈറ്റ് സ്കിൽ അക്കാദമിയുടെ ചെയർമാൻ ഫൈസൽ സാർ, പഠിതാക്കളായിട്ടുള്ള എൻ്റെ സഹപാഠികളെ, ഇവിടെ 2-3 വിഷയങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞ് ഇന്ന് നമ്മളേറ്റവും കൂടുതൽ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹത്തിലും വലിയൊരു വിപത്തായി മാറിയ മയക്കുമരുന്ന്, അതിനെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊക്കെ ദിവസവും രാവിലെ പത്രങ്ങളിൽ, പത്രവായന ആളുകൾക്കൊക്കെ അറിയാം, അതിൻ്റെ ലാസ്റ്റ് പേജിൽ നോക്കിയാൽ മരണങ്ങളുടെ ഒരു പ്രളയം തന്നെയാണ്. അമ്മേനെ കൊന്നു, അച്ഛനെ വെട്ടിക്കൊന്നു, ഉമ്മയെ കഴുത്തറുത്ത് കൊന്നു, സഹോദരന്മാരെയും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന, പ്രണയിച്ചിരുന്ന കാമുകിയെ പോലും കൊന്ന്, വല്യമ്മയെ കൊന്ന്, അങ്ങനെ കൊലപാതകത്തിൻ്റെ ഒരു തുടർച്ച. വെഞ്ഞാറമ്മൂട് നമ്മൾ അടുത്ത കാലത്ത് നമ്മളേറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ, ഒരു രാവിലെ മുതൽ ദിവസങ്ങളോളം നമ്മളെ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു മയക്കുമരുന്ന്. ഇതിൻ്റെ ഉപയോഗം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മളൊക്കെ ജീവിച്ച കാലം കഴിഞ്ഞ് ഒരു പുതിയ കാലത്ത്, പഴയ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മദ്യപിച്ച് വരുന്ന ആളുകളെ പ്രത്യേകം കാണുമായിരുന്നു, മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. എന്ന് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ ഈ മയക്കുമരുന്ന് എന്ന സാധനം എത്തിക്കുന്നത് പോലും നമുക്ക് അറിയാത്ത സ്ഥിതിയിലായിരിക്കുകയാണ്. നമ്മളൊന്നും ഉദ്ദേശിക്കാത്ത രീതിയിൽ നമ്മളൊക്കെ മക്കളെ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ആതിരിയൊന്നല്ല ഇപ്പോഴത്തെ രീതിയിലുള്ള ജീവിതം. പഴയ കാലങ്ങളിലെ പോലെ വളരെ നമ്മൾക്കൊക്കെ കിട്ടിയിരുന്ന, നമ്മൾക്കൊക്കെ തന്നിരുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ നോക്കിയിരുന്ന മാതാപിതാക്കൾ നമ്മളെ ജീവിത രീതിയിലും എല്ലാത്തിലും സമൂഹത്തിലുള്ള ആളുകളും ഇടപെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഒരു മദ്യപിച്ചു പോണ ആളോടോ അല്ലാന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളോടോ അത് ചെയ്യരുതെന്ന് പറയാൻ പോലുള്ള ഒരു മാനസികാവസ്ഥ, അല്ലെ പറഞ്ഞാൽ തന്നെ അതിനെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുന്നില്ല. നിങ്ങൾ ഇവിടുത്തെ സദാചാര പോലീസാണോ ആവുകയാണോ എന്നൊക്കെ ചോദിച്ച് മെക്കെട്ട് കയറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇത് എങ്ങനെ നമ്മളൊക്കെ വീടുകളിലെത്തി, നമ്മളെ മക്കളതൊന്നും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ആളുകളൊന്നും അതല്ല എന്ന് മനസ്സിലാക്കിയിരുന്നൊക്കെ, എന്നാൽ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ അത് ഉപയോഗിച്ച് നമ്മൾ പിടിക്കപ്പെടുമ്പോഴാണ് നമ്മളെ മക്കളും ഇതിലുണ്ട് എന്നറിയുന്നത്. വളരെ വേദനാജനകമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് ഒരിക്കലും ഒരാൾക്കും, ഏത് കുടുംബത്തിനും നാശമല്ലാതെ ഒരിക്കലും ഒരു കുടുംബവും ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബവും ഉണ്ടാവില്ല. പിടിക്കപ്പെടുന്നത് ഏതാളാണോ എങ്ങനത്തെ ആളാണോ എന്നൊന്നുമില്ല ഇപ്പോഴത്തെ നോട്ടം. ഇപ്പോൾ ഇത് എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്നൊന്ന് ഒഴിവായി കിട്ടിയാൽ മതി, വീടുകളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ മയക്കുമരുന്ന് പിടിച്ചെന്ന് നമ്മൾ അറിയാമെന്നില്ലാതെ പിന്നെ അതെന്ത് ചെയ്യണമെന്നുള്ളത് ഈ സമൂഹത്തിലും മറ്റുള്ളൊരു ചർച്ചയിലും പങ്കെടുക്കുന്നു. എറണാകുളത്ത് വെച്ച് ഒരു സമയത്ത് ഒരു ഷിപ്പ് നിറയെ കൊണ്ടുവന്നിട്ട് 2500 കോടിൻ്റെ ആയിട്ടാണ് ഏറ്റവും വലിയൊരു വേട്ടയാണ് അന്ന് നടന്നതെന്ന് പറഞ്ഞത്. ആ സാധനം പിന്നെ എങ്ങോട്ട് പോയതെന്ന് തന്നെ അറിയില്ല. ഈ സാധനങ്ങളൊക്കെ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പ്രവാചകൻ്റെ കാലത്ത്, പ്രവാചകൻ്റെ സമയങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഉപയോഗിച്ചിരുന്നതായിരുന്നു കള്ള്. അത് ഒരു സമയത്ത് ഇതേപോലെ പ്രവാചകൻ പറഞ്ഞു കള്ള് ഹറാമാണ്, അത് നിഷിദ്ധമാണ്, ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മദീനയിൽ പുഴ പോലെ ഒഴുകി ആളുകൾ ഒഴിവാക്കി എന്നതാണ്. അത് അങ്ങനത്തെ ഒരു സമൂഹത്തിന് കെട്ടിപ്പടുത്ത ആ പ്രവാചകൻ്റെ പിൻഗാമികൾ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുള്ള സത്യം മനസ്സിലാവുമ്പോൾ അതിനെപ്പറ്റി വേദനിക്കുന്ന എന്നാണ് എനിക്ക് പറയാറ്.
അങ്ങനത്തെ ഒരു സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ പേരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിലും കള്ളക്കേസിലും എല്ലാത്തിലും പ്രതികളായിട്ട് വരുന്ന ഒരു സമൂഹമായി ആ സമൂഹം മാറിയിരിക്കുകയാണ്. എന്താണ് ഇതിനുണ്ടായ കാരണം എന്നറിയും? അതായത് ഇതിലേറ്റവും കൂടുതൽ പങ്കാളിത്തം മാതാപിതാക്കൾക്കാണ്. മാതാപിതാക്കളെ ഇടവഴികളില്ലാതെ ഒരിക്കലും ഒരു കുട്ടി നാശാവില്ല. അവർ കൃത്യമായിട്ടുള്ള ഇടവഴികളില്ലാത്തത് കൊണ്ടാണ് ഈ കുട്ടികളൊക്കെ സമൂഹത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ വിപത്തുകൾ ഉണ്ടാക്കുന്ന മക്കളായിട്ട് മാറിയിട്ടുള്ളത്. അത് എല്ലാവർക്കും എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ആദ്യം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. ആ വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ടത് ഒരിക്കലും ഒരു അധ്യാപകനോ ഒരു മുഅല്ലിമിനോ ഒന്നും പഠിപ്പിക്കാൻ കഴിയില്ല. വീട് എങ്ങനെയാണോ അങ്ങനെയാണ്, അതിൻ്റെ അടയാളമാണ് കുട്ടി. അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി, മാതാപിതാക്കളൊരു ഫോട്ടോ കോപ്പി എന്ന് തന്നെ പറയാം. അതാണ് കുട്ടി അതിൽ നിന്ന് മാറാനോ 1 മണിക്കൂറോ മദ്രസയിലോ എല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിൽ സ്കൂളിലോ പഠിച്ചാലൊന്നും കുട്ടി മാറില്ല. കുട്ടി ആ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ ജീവിത നിലവാരം പുലർത്തുന്നത് അത് തന്നെയാണ്, ഇതിൽ സംശയമില്ല. അതിൻ്റെ ഒരു കോപ്പി, മാതാപിതാക്കളൊരു കോപ്പിയാണ് മക്കൾ. അതാണ് ഇന്ന് കാണുന്ന ഏറ്റവും വലിയ വിപത്ത്. അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് എന്താ കൊടുക്കേണ്ടതെന്നുള്ളത് മാതാപിതാക്കൾ മനസ്സിലാക്കി കൊടുത്താൽ, വിദ്യാഭ്യാസമാണെങ്കിലും ഏത് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി സമയാസമയങ്ങളിൽ ഇടപെട്ടും കൊണ്ട് കുട്ടികളായിട്ട് മുന്നോട്ട് പോയാൽ നല്ലൊരു അന്തരീക്ഷത്തിൽ കുട്ടികളെ വളർത്താൻ കഴിയും. അതിന് എങ്ങനെ മോശമായ കുട്ടികളെ നേരാക്കാനും കഴിയും. അത് മാതാപിതാക്കൾക്കേ കഴിയുള്ളൂ. അതായത് നമ്മളൊക്കെ കുട്ടികളെ വളർന്നു വരുമ്പോൾ നമ്മളൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചെറിയ കുട്ടീനെ എടുത്ത് തോളിൽ വെച്ചിട്ടും മൊത്തം വെച്ചിട്ടും കെട്ടിപ്പിടിച്ചിട്ടൊക്കെ കൊണ്ടടക്കും. എന്നാൽ മറ്റേ കുട്ടീനോടുള്ള ശ്രദ്ധ പറ്റപ്പോയി. അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് മാതാപിതാക്കൾ ഈർഷ്യം തന്നെ ഉണ്ടാവും. ദേഷ്യം, എന്നെക്കാളും കൂടുതൽ എൻ്റെ അനിയനെ സ്നേഹിക്കുന്നു എന്നല്ലേ. അപ്പോൾ എപ്പോഴും കുട്ടികളുണ്ടെങ്കിൽ രണ്ടാളെയും ഒരുമിച്ച് പിടിച്ചും കൊണ്ട് ഇത് കാക്കട്ടോ അല്ലെങ്കിൽ ഇത് ഇന്ന ആളാണ് താത്തട്ടോ എന്ന് പറഞ്ഞിട്ട് ചെറിയ മക്കൾ ആ രൂപത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വൈരാഗ്യം ദേഷ്യം കൂടും ചെയ്യും. ഈ മാതാപിതാക്കൾ പറഞ്ഞ് കേൾക്കില്ല. അങ്ങനെ തെറിച്ച് പോണ രീതിയിലേക്ക് എത്തുമ്പോഴാണ് കുട്ടികൾ മറ്റുള്ള ഈ കുട്ടികൾക്ക് കിട്ടാത്ത സ്നേഹം അയൽവക്കത്തുള്ള കുട്ടി കൊടുക്കണം, എല്ലാം തന്നെ ഒപ്പം നടക്കുന്ന കുട്ടികൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചങ്ങാതിമാരായിട്ട് പിന്നെ അവനെവിടെ പോയിരിക്കണത് അവിടെ പോയിരിക്കാനാണ് ആ കുട്ടീൻ്റെ മനസ്സ് ആഗ്രഹിക്കുക. അങ്ങനെ വരുന്ന കുടുംബവുമായിട്ട് ഇവിടെ ഈ നടന്ന എല്ലാ പ്രശ്നങ്ങളിലും കുടുംബത്തിൻ്റെ ഇടപെടലില്ലാത്ത കുട്ടികളെ വിളിച്ച് നമ്മൾ ഇതിലൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, അവർ വിളിച്ചിട്ടൊന്ന് സംസാരിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഭയങ്കര ഭീകരമായിട്ടുള്ള വിവരങ്ങളാണ് കുടുംബങ്ങളിൽ നല്ല അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വരുന്ന കുട്ടികളാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾക്കൊക്കെ ഈ കാരണക്കാരി എന്ന് ഇവിടുത്തെ എല്ലാ വിഭാഗ വകുപ്പുകളും നിയന്ത്രിക്കുന്ന പോലീസിന് പോലും അറിയാം. പക്ഷെ അവരൊക്കെ മൂടി വെച്ചും കൊണ്ട് അത് ഇവിടുന്ന് വരുന്നു ഇന്ന സാധനമാണെന്ന് പറഞ്ഞതല്ലാതെ അത് എങ്ങനെ അതിന് തടയിടും എന്നുള്ള ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും കൊടുക്കില്ല. ഇപ്പോഴത്തെ പോലീസ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എല്ലാ മയക്കുമരുന്നിൻ്റെ പേരും അത് ഉപയോഗിച്ചാൽ ഇന്നതാണ് ആവുക എന്ന് പോലുള്ള ഡീറ്റെയിൽ മാത്രം പറഞ്ഞുകൊണ്ട് സദസ്സിൽ അതിന് പ്രചോദനം കൊടുക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉള്ളത്. അല്ലാതെ അതിനെ എങ്ങനെ തടയിടും എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു ക്ലാസ്സും കൊടുക്കില്ല. ഞാൻ അടുത്ത് ഗുജറാത്തിൽ പോയപ്പോൾ ഗുജറാത്തിൽ ശരിക്കും കള്ള് കിട്ടില്ല, മയക്കുമരുന്നും ഒന്നുമില്ല. അപ്പോൾ അവിടെ ഗാന്ധിജിൻ്റെ ഒരു ബഹുമാനാർത്ഥം ഇപ്പോഴും അവിടെ കള്ള് വിൽക്കുന്നില്ല. അത് ടൂറിസ്റ്റുകൾക്ക് മാത്രം എയർപോർട്ടിൽ നിന്ന് വരുന്ന ടിക്കറ്റും കാര്യങ്ങളും ആ ടൂറിസ്റ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം അവിടെ അവർക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നല്ലാതെ അവിടുത്തെ ഒരു കള്ള് ഷാപ്പ് പോലും അവിടെ ഇല്ല. നമ്മളൊക്കെ ഇവിടെ തിരൂരൊക്കെ ചെന്നാൽ ബിവറേജിന് മുന്നിൽ ചെന്നാൽ ഇത്ര ഒരു തിരക്കുള്ള കട വേറെ എവിടെ ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ സൂപ്പർ മാർക്കറ്റിനേക്കാൾ കച്ചവടം നടക്കുന്നത് അവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു കേരളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഇതിന് മുന്നേ ഭരിച്ച സർക്കാർ കുറേയൊക്കെ നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് കള്ള് ഷാപ്പ് തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് കള്ള് ഷാപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ മൂല്യ വിദ്യാഭ്യാസവും ഒരു നല്ല കുടുംബ സംവിധാനം ഉണ്ടെങ്കിൽ കുറേയൊക്കെ ഇതിന് തടയിടാൻ കഴിയും. അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നും സമൂഹത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ഇതിനെല്ലാം ഒരുമിച്ച് നിന്നും കൊണ്ട് നേരിടണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്.